ABVPയെ സംബന്ധിച്ചിട്ട് ABVP ഇപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയത്തെ അംഗീകരിച്ചിരിക്കുന്നു. അതിനെ ദേശീയ തലത്തിൽ തന്നെ അവർ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു വിദ്യാർത്ഥി സംഘടനയാണ് ABVP എന്ന് പറയുന്നത്. പാർലമെൻറ്റിനകത്ത് ചർച്ച ചെയ്യാതെ പാസ്സാക്കിയ ഒന്നാണ് ഈ ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത്. ഈ ദേശീയ വിദ്യാഭ്യാസ നയം നൈപുണ്യ വികസനത്തെക്കുറിച്ചും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തെക്കുറിച്ചും ഒക്കെ ഒരുപാട് വലിയ മോഹനസുന്ദര വാഗ്ദാനങ്ങളൊക്കെ നൽകുന്നുണ്ട്. അതിനൊക്കെ നമുക്ക് അംഗീകരിക്കാം. പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിട്ടും അവന് കൃത്യമായ ധാരണകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ ഡിഗ്രിയുടെ ക്രെഡിബിലിറ്റി എന്തായിരിക്കും? BJPയുടെയും ABVPയുടെയും ഒക്കെ അജണ്ട നിശ്ചയിക്കുന്നത് RSS ആണ്. RSSനെ സംബന്ധിച്ചിട്ട് അവർക്ക് ഇന്നത്തെ രാഷ്ട്രീയത്തെക്കുറിച്ചല്ല കാഴ്ചപ്പാടുള്ളത്. 10 വർഷം കഴിഞ്ഞിട്ട് വരുന്ന അല്ലെങ്കിൽ ഒരു 20 വർഷം കഴിഞ്ഞിട്ട് വരുന്ന കേരളത്തെക്കുറിച്ചും സൗത്ത് ഇന്ത്യയെക്കുറിച്ചുമാണ് അവരുടെ മനസ്സിൽ കൃത്യമായ പ്ലാനിങ് ഉള്ളത്. നമസ്കാരം. ABVPയുടെ കേന്ദ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം കേരളത്തിൽ കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരിക്കുകയാണ്. ഓഗസ്റ്റ് 1 എറണാകുളത്ത് ആലുവയിലാണ് അത് തുടങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നമ്മുടെ വാർത്തകളിൽ ഏറ്റവും കൂടുതൽ മഴക്കെടുതിയും പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായതുകൊണ്ട് തന്നെ മലയാള മാധ്യമങ്ങൾ കാര്യമായി പരിഗണിക്കാതെ പോയ ഒരു വിഷയമാണ്. എങ്കിൽ പോലും രാജ്യത്തിൻ്റെ നിലവിലെ ഒരു അവസ്ഥ, കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഡൽഹിയിൽ ജന്തർ മന്ദറിൽ നടന്ന പ്രക്ഷോഭങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ഈ PM ശ്രീയായി ബന്ധപ്പെട്ടും ദേശീയ വിദ്യാഭ്യാസ നയമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കേരളത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള വിഷയങ്ങളൊക്കെ നടന്നു എന്നിരിക്കെ നമ്മളെ സംബന്ധിച്ച് ഇത് അത്ര നിസ്സാരമായൊരു വിഷയവുമല്ല. കുറച്ചു കാലം മുന്നേ തന്നെ ഈ UGCയുടെ പ്രാധാന്യമെല്ലാം എടുത്തു കളയുന്നൊരു ഘട്ടം ഉണ്ടായിരുന്നു ഈ സർക്കാർ കേന്ദ്രത്തിൽ അധികാരം പറ്റാൻ. അതിനുശേഷം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വലിയ മാറ്റങ്ങളും കൊണ്ടുവന്നു. MPhil പോലുള്ള ഗവേഷണ രീതികളുടെ സ്വഭാവം മാറ്റി 4 വർഷ ബിരുദം കൊണ്ടുവരുന്നു. അപ്പോൾ അതിൽ വലിയൊരു സ്ട്രക്ചറൽ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മുടെ നാട്ടിലെ അക്കാദമീഷ്യൻസിന് ഇതിനെപ്പറ്റി കൃത്യമായൊരു ധാരണയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടന ഈ ദേശീയ വിദ്യാഭ്യാസ നയവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും വിവാദത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സംസ്ഥാനമായ കേരളത്തിൽ അവരുടെ കേന്ദ്ര കമ്മിറ്റി യോഗം നടത്തുന്നതിലെ പ്രാധാന്യം എന്താണ്? RSS ബാക്കപ്പ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയാണ്, അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാർത്ഥി സംഘടന തന്നെയാണ് ABVP എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ABVPയെ സംബന്ധിച്ചിട്ട് ABVPയുടെ ഒരു നാഷണൽ എക്സിക്യൂട്ടീവ് കൗൺസിൽ ആലുവയിൽ ചേരുകയും അതിൽ വിദ്യാഭ്യാസ നയത്തിൽ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ക്യാമ്പസ് രാഷ്ട്രീയം അവർ ചർച്ച ചെയ്യുന്നുണ്ട്, ഗവേഷണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്, കേരളത്തിലെ പ്രത്യേക ക്യാമ്പസ് രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ അവരുടെ ഈ ഒരു നാഷണൽ എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അവർ ഏറെ അഭിനന്ദനം അർഹിക്കുന്നു എന്ന് വേണം പറയാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മാസം SFI നടത്തിയിട്ടുള്ള ചില വിദ്യാഭ്യാസ സെമിനാറുകളും ചർച്ചകൾക്കും അപ്പുറത്തേക്ക് കേരളത്തിലെയോ അല്ലെങ്കിൽ ഇന്ത്യയിലെയോ മറ്റ് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനം ഇതുപോലുള്ള നയ രൂപീകരണം അല്ലെങ്കിൽ ഇതേപോലുള്ള ചർച്ചകൾ നാഷണൽ എക്സിക്യൂട്ടീവ് കൗൺസിൽ ചേർന്നുകൊണ്ട് നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതിന് മാറ്റി നിർത്താൻ സാധിക്കുന്നത് SFIയെയും ASFനെ മാത്രമാണ്. അപ്പോൾ നമ്മൾ ഇവരുടെ ഒരു സംഘടനാ പ്രവർത്തനത്തെ ഇവിടെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന സമയത്ത് തന്നെ ഏകദേശം 486ഓളം ആളുകളാണ് ഈ ഒരു നാഷണൽ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ പങ്കെടുക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഇവർ ചർച്ച ചെയ്യുകയും ഇവരുടെ അജണ്ടയായി കൊണ്ടുവരികയും ചെയ്തിരുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ്, ദേശീയ വിദ്യാഭ്യാസ നയമാണ്. എന്താണ് ദേശീയ വിദ്യാഭ്യാസ നയം? പാർലമെൻറ്റിനകത്ത് ചർച്ച ചെയ്യാതെ പാസ്സാക്കിയ ഒന്നാണ് ഈ ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത്. ഈ ദേശീയ വിദ്യാഭ്യാസ നയം നൈപുണ്യ വികസനത്തെക്കുറിച്ചും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തെക്കുറിച്ചും ഒക്കെ ഒരുപാട് വലിയ മോഹനസുന്ദര വാഗ്ദാനങ്ങളൊക്കെ നൽകുന്നുണ്ട്. അതിനൊക്കെ നമുക്ക് അംഗീകരിക്കാം. ഇതിനൊക്കെ അംഗീകരിച്ച് മുമ്പോട്ട് പോകുന്നത് നമുക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല. പക്ഷേ ഒരു പ്രധാനപ്പെട്ട വിഷയം ഇതിനകത്ത് വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തൊരു ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നൊരു സംവിധാനം വരുന്നുണ്ട്. ഈ ക്രെഡിറ്റ് ട്രാൻസ്ഫറിൻ്റെ പ്രശ്നം എന്താണ്? ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു വിഷയം പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷയം കരുതലായി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന് കിട്ടിയിരിക്കുന്ന സ്കോർ കരുതലായി വെച്ചുകൊണ്ട് മറ്റേതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പോയി അടുത്ത സബ്ജക്റ്റ് പഠിച്ചതിന് ശേഷം അവിടെ നിന്ന് അതും കരുതലായി വെച്ചിട്ട് പിന്നീട് മറ്റൊരു സ്കൂളിൽ പോയിട്ട് അവിടെ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതും കരുതലായി വെച്ചുകൊണ്ട് വേണമെങ്കിൽ 4ാമത് മറ്റൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പോയിട്ട് അതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് സമ്പാദിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞാലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. അതായത് നമ്മളിപ്പോൾ എറണാകുളത്ത് ഒരു കോളേജിൽ നിന്ന് ഒരു സബ്ജക്റ്റ് പഠിക്കുന്നു, വേറൊരു സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തൃശ്ശൂർക്ക് പോകുന്നതായിരിക്കാം, വേറൊരെണ്ണം പഠിക്കാൻ വേണ്ടി നമ്മൾ കോട്ടയത്തെ ഏതെങ്കിലും ഒരു കോളേജിൽ പോകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ക്രെഡിറ്റ് ട്രാൻസ്ഫറിനെയൊക്കെ എങ്ങനെ ഏകോപിപ്പിച്ചുകൊണ്ട് ഈ ഒരു വിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് പോലും ധാരണ ഉണ്ടാക്കി നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ സ്ട്രക്ചർ ഭയങ്കര കോംപ്ലിക്കേറ്റഡാണ്. അല്ലെങ്കിൽ സ്ട്രക്ചർ ഇപ്പോഴും ഇതായിട്ടില്ലല്ലോ.
ഇതിൻ്റെ സ്ട്രക്ചറിനെ സംബന്ധിച്ചിട്ടുള്ള പാർലമെൻറ്റിനകത്ത് ചർച്ചയ്ക്ക് ഇന്ന് വന്നിട്ടുണ്ടോ? പാർലമെൻറ്റിനകത്ത് ഇത് ചർച്ചയ്ക്ക് വന്നിട്ടുണ്ടോ? ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി, പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി ഇതിൻ്റെ അകത്ത് മറിഞ്ഞിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് ഏതെങ്കിലും വേദിയിൽ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ? CPM ചില ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളൊക്കെ ഇതിനെതിരെ ശക്തമായിട്ട് ശബ്ദമുയർത്തുന്നുണ്ട്. പിന്നെ അധ്യാപക സംഘടനകൾ ഇതിനെതിരെ ശബ്ദമുയർത്തുന്നുണ്ട്. പക്ഷേ ആ ശബ്ദങ്ങളൊക്കെ നിശബ്ദമായി പോയിക്കൊണ്ടിരിക്കുകയല്ലേ? ആ ശബ്ദങ്ങളെയൊക്കെ നിശബ്ദമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ കേരളം ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് PM ശ്രീയെക്കുറിച്ച് മാത്രമാണ്. ഈ PM ശ്രീ എന്താണ് എന്നതിനെക്കുറിച്ച് പോലും കൃത്യമായ ഒരു ധാരണ ഉണ്ടായിട്ട് ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ സംസാരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇത് കൂടാതെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഒരു വിദ്യാഭ്യാസ ഘടന എന്ന് പറയുന്നത് തന്നെ 10+2+3 എന്നുള്ളതാണ്. അതിപ്പോൾ അതാ മാറാൻ വേണ്ടി പോവുകയാണ്. അതിപ്പോൾ മാറിയിട്ട് 5+3+3+4 എന്നാവുകയാണ്. ഈ 4 എന്ന് ഉദ്ദേശിക്കുന്ന ഡിഗ്രിയാണ്. ഈ ഡിഗ്രിയിലേക്ക് എത്തുന്ന സമയത്തേക്ക് +1 വെച്ചിട്ട് അവസാനിക്കുന്നൊരവസ്ഥയുണ്ട്. 5+3, അപ്പോൾ 10ാം ക്ലാസ്സിന് പകരം 11ാം ക്ലാസ്, അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഡിഗ്രി. ഈ ഡിഗ്രി എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു വർഷം സർട്ടിഫിക്കറ്റ്, ഒരു വർഷത്തെ പഠിച്ചു കഴിഞ്ഞാൽ, ഒരു വർഷം പഠിച്ചിട്ടുണ്ടെങ്കിലും പഠനം നിർത്താം, അത് സർട്ടിഫിക്കറ്റ്. 2 വർഷം പഠിച്ചു കഴിഞ്ഞാൽ ഡിപ്ലോമ, 3 വർഷം പഠിച്ചു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ബിരുദം, 4 വർഷം പഠിച്ചു കഴിഞ്ഞാൽ ഗവേഷണ ബിരുദം. ഇതേ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. വിദ്യാർത്ഥികളുടെ അവകാശമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ്. നമ്മുടെ തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത് കൂടുതൽ ഫ്രീഡം നൽകുന്നു, അവർക്ക് ഗവേഷണങ്ങളിലൂടെ കൂടുതൽ കാര്യം കണ്ടെത്താനായിട്ട് സാധിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ശരിയാണെന്ന്. പക്ഷേ അതിനനുസരിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഉള്ള പോലെ നമ്മുടെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെയുള്ള വിദ്യാർത്ഥികളുടെ ഒരു കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട് എന്നൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട്, അല്ലെങ്കിൽ അവിടുത്തെ സാമൂഹിക അന്തരീക്ഷം എങ്ങനെയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ഒന്ന് പരിശോധിച്ചതിന് ശേഷം വേണ്ടേ സർക്കാർ, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ, ഇങ്ങനത്തെ ചില തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇതിപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിട്ടും അവന് കൃത്യമായ ധാരണകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ ഡിഗ്രിയുടെ ക്രെഡിബിലിറ്റി എന്തായിരിക്കും? പണ്ട് പലപ്പോഴും നമ്മുടെ കാരണവന്മാർ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ പണ്ടത്തെ 10ാം ക്ലാസ്സുകാരനാണെന്ന്. കാരണം അന്ന് 10ാം ക്ലാസ് പഠിച്ചിരുന്ന പല ആളുകൾക്കും ഉണ്ടായിരുന്ന ഒരു അറിവ് ഇന്നില്ല എന്നുള്ളൊരു വാസ്തവമാണ്. അത് സത്യമാണത്. വേറൊരു കാര്യം കൂടി പരിശോധിച്ച് നോക്കൂ. ഇപ്പോൾ ഈ IAS IPS ട്രെയിനിങ് അക്കാഡമികൾ ഒരുപാട് കേരളത്തിലുണ്ട്. പണ്ട് ഈ മലയാളം മീഡിയത്തിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂളുകളിൽ പഠിച്ച് വളർന്നു വന്നിരിക്കുന്ന പല IAS IPS ഉദ്യോഗസ്ഥന്മാരുമാണ് നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ സംഭാവന ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ബാബു പോൾ സാറിനെ എടുത്തു നോക്കിക്കോളൂ, വിജയ് കുര്യൻ സാറിനെ എടുത്തു നോക്കിക്കോളൂ, ജിജി തോമസൺ സാറിനെ എടുത്തു നോക്കിക്കോളൂ. ഇവരെ ആരെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലും ഇവരൊക്കെ ഏതെങ്കിലും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പോയിട്ട് വിദ്യാഭ്യാസം നേടിയേക്കുന്ന ആളുകളൊന്നും അല്ല. അത് ഞാൻ പറഞ്ഞതിനർത്ഥം ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ല എന്നൊന്നുമല്ല. നമ്മുടെ സർക്കാർ സ്കൂളുകൾ തന്നെ ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ABVPയെ സംബന്ധിച്ചിട്ട് ABVP ഇപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയത്തെ അംഗീകരിച്ചിരിക്കുന്നു. അതിനെ ദേശീയ തലത്തിൽ തന്നെ അവർ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു വിദ്യാർത്ഥി സംഘടനയാണ് ABVP എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നിസാരവൽക്കരിച്ച് കാണാനായിട്ട് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതല്ലെങ്കിൽ പിന്നെ ഇവർ മിണ്ടരുത്. ഇതിനെ പരിപൂർണമായിട്ടും അംഗീകരിക്കണം. ഞങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയത്തെ പരിപൂർണമായിട്ട് ഞങ്ങൾ പിന്താങ്ങുന്നു എന്ന് പറയണം. അതല്ലെങ്കിൽ ഞാൻ പറയട്ടെ, കേരളം ഭരിക്കുന്നത് BJP ആണോ? സാധാരണ ABVPയുടെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയുടെയോ യുവജന സംഘടനയുടെയോ ഒക്കെ ഒരു ദേശീയ എക്സിക്യൂട്ടീവൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ആ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയായിരിക്കണം. കാരണം നോർത്ത് ഇന്ത്യയിൽ എത്രയോ സംസ്ഥാനങ്ങൾ BJP ഭരിക്കുന്നു. അവിടെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് നടത്താൻ സാധിക്കുന്ന ഒരു നാഷണൽ എക്സിക്യൂട്ടീവ് കൗൺസിൽ കേരളത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്ലാൻ കൃത്യമായിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ പറഞ്ഞതാണ്, BJPയുടെയും ABVPയുടെയും ഒക്കെ അജണ്ട നിശ്ചയിക്കുന്നത് RSS ആണ്. RSSനെ സംബന്ധിച്ചിട്ട് അവർക്ക് ഇന്നത്തെ രാഷ്ട്രീയത്തെക്കുറിച്ചല്ല കാഴ്ചപ്പാടുള്ളത്. 10 വർഷം കഴിഞ്ഞിട്ട് വരുന്ന അല്ലെങ്കിൽ ഒരു 20 വർഷം കഴിഞ്ഞിട്ട് വരുന്ന കേരളത്തെക്കുറിച്ചും സൗത്ത് ഇന്ത്യയെക്കുറിച്ചുമാണ് അവരുടെ മനസ്സിൽ കൃത്യമായ പ്ലാനിങ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർക്കറിയാം ABVPയുടെ ഒരു നാഷണൽ എക്സിക്യൂട്ടീവ് കൗൺസിൽ കേരളത്തിൽ വെച്ച് നടത്തുമ്പോൾ അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. കാരണം ഈ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന പ്രതിനിധികൾ, ഈ പ്രതിനിധികൾ അവിടെ തങ്ങളുടെ സർക്കാർ വന്നതുമൂലം തങ്ങൾക്കുണ്ടായിട്ടുള്ള ചില നേട്ടങ്ങൾ, അതായത് പൊളിറ്റിക്കൽ പവറിനെ കുറിച്ച് ഇവിടെയുള്ള ആളുകൾ കൂടി പറഞ്ഞു മനസ്സിലാക്കും. ഇങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുന്ന സമയത്ത് അവർക്കുണ്ടാകുന്നൊരു ഊർജ്ജമുണ്ട്, ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് നിസ്സാരമല്ല. കർണാടകത്തിലുണ്ട് ABVP, കേരളത്തിലുണ്ട് ABVP. പക്ഷേ ഈ ABVPയെ കുറച്ചുകൂടി ശക്തമാക്കാൻ വേണ്ടി പോകുന്നത് തെലങ്കാനയിലും അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലുമൊക്കെയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് കൃത്യമായിട്ട് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി പോകുന്നു. കാരണം ഈ ഗവേഷണ പഠനത്തെക്കുറിച്ചും ക്യാമ്പസ് രാഷ്ട്രീയത്തെക്കുറിച്ചുമൊക്കെ അവർ ക്യാമ്പസുകൾക്കകത്ത് ചർച്ചയാക്കുന്ന സമയത്ത്, ഗവേഷണ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ലത്. അത് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ളൊരു വിദ്യാഭ്യാസമാണ്. പക്ഷെ അത് എങ്ങനെ നടത്തണം എന്നുള്ളതിനെക്കുറിച്ചാണ്. കാരണം ഇന്ത്യയിലെല്ലാം കച്ചവടമാണ്.
പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനത്ത് 10,000 രൂപയും കൊണ്ട് പോയി കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് എടുത്ത് തിരിച്ചു വരാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണോ ഗവൺമെൻറ് ഇതുപോലെയുള്ള റിസർച്ച് ഗവേഷണ ബിരുദത്തെക്കുറിച്ചും അല്ലെങ്കിൽ 1 വർഷത്തിന് സർട്ടിഫിക്കറ്റ്, 2 വർഷം ഡിപ്ലോമ, 3-ാമത്തെ വർഷം ബിരുദം എന്നൊക്കെയുള്ള രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ രാജ്യസഭയ്ക്കകത്തും ലോക്സഭയ്ക്കകത്തും ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒരു വിഷയമാണ്. ABVP ഒന്നും കാണാതെ കേരളത്തിൽ വെച്ച് അവരുടെ നാഷണൽ എക്സിക്യൂട്ടീവ് കൗൺസിൽ നടത്തില്ല എന്നുള്ള ഒരു ബോധം കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകൾക്ക് ഉണ്ടാവണം. ആ വിദ്യാർത്ഥി സംഘടനകൾ ഇന്ന് ABVPയുടെ ക്യാമ്പിൽ വെച്ച് പാസ്സാക്കിയിട്ടുള്ള ഈ ദേശീയ വിദ്യാഭ്യാസത്തെ പരിപൂർണമായിട്ടും അവർ പിന്തുണയ്ക്കുന്നു. PM ശ്രീ നേരത്തോടെ അവർ പിന്തുണയ്ക്കുന്നതാണ്. അതുകൂടാതെ പിന്നീട് ഗവേഷണ R&Dയെക്കുറിച്ച് കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചിരിക്കുന്നു. അതുകൂടാതെ ക്യാമ്പസ് രാഷ്ട്രീയം, ഇതൊക്കെ പ്രധാനമായിട്ടും സംസ്ഥാനത്തെ മറ്റ് വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകൾ കൃത്യമായി വിലയിരുത്താതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ABVP കേരളത്തിൽ ശക്തമാകുന്ന ഒരു കാഴ്ച നാളുകളിൽ കാണേണ്ടി വരും എന്നൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമേ ഈ അവസരത്തിൽ നമുക്ക് നടത്താനുള്ളൂ.